പച്ചക്കള്ളം. അഡ്വക്കേറ്റും പോലീസും പറഞ്ഞത് പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ്. ഞാൻ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. ഈ കോടതി പറഞ്ഞത് പോലും പച്ചക്കള്ളമെന്ന് പറയുന്നു രാഹുൽ. തീർച്ചയായും സേതു, കോടതി പറഞ്ഞതുപോലും പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തെറ്റായ നടപടിയാണെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. എന്തായാലും രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ നേരെ ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. പ്രാഥമികഘട്ടമായിട്ടുള്ള വൈദ്യപരിശോധന പോലീസിന് നടത്തേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇവിടെ നിന്ന് നേരെ ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുക. എന്നാലും അല്പസമയത്തിനുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാഹുൽ ഈശ്വർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയും അതിനുശേഷം ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കോടതി ഏറ്റവും അവസാനമായി പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു രീതിയിൽ കാണാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഇത്തരത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് കോടതി എന്തായാലും നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ VS അനുവിലേക്ക് കൂടി ഒന്ന് പോവാണ്. ഹാൻസ്, ശരി. അനു, ഇപ്പോ ഈ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചു. കോടതി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് പോലീസിനൊപ്പം തന്നെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി അയാളെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതേ സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തവരുണ്ട്. ഈ സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈശ്വറിന്റെ ഇന്നത്തെ അറസ്റ്റ്, കോടതി നടപടി, അത് എത്ര കണ്ട് നിർണായകമാണല്ലോ? അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജിന്റെ ഭാഗത്ത് നിന്നും കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിന്റെ നിയമവ്യവസ്ഥയെ വിശ്വസിച്ചുകൊണ്ട് പരാതിയുമായി വന്ന ഒരു പരാതിക്കാരിയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു പറഞ്ഞിട്ട് ഇത് പ്രശ്നമൊന്നുമില്ല, ഇത് സുപ്രീം കോടതി വിധികൾക്ക് അനുകൂലമാണെന്നൊക്കെ പറഞ്ഞ് ചാനൽ ചർച്ചകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ആളുകൾക്ക് കൃത്യമായ താക്കീതാണ് കോടതി നൽകിയിരിക്കുന്നത്. കാരണം കോടതി പറയുന്നു, ഈ പറയുന്ന രാഹുൽ ഈശ്വർ BNS ആക്ടിന്റെ 75(1)(4) എന്നീ കുറ്റങ്ങൾ ചെയ്തതിന്റെ പ്രൈമ ഫേസിയ അതിന്റെ തെളിവുണ്ട്. അത് തന്റെ മുന്നിലേക്ക് തന്നെ ഈ തെളിവുകൾ പരിശോധിച്ചപ്പോൾ തന്നെ തനിക്കത് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഇരയുടെ ഐഡന്റിറ്റി പുറത്തേക്ക് വരുന്ന തരത്തിൽ ഇടപെടുന്നത് അത് ഒരു തരത്തിലും ചെറിയൊരു നിസ്സാരവൽക്കരിച്ച് കാണാൻ വേണ്ടി കഴിയില്ല എന്ന് കോടതി പറയുന്നു. മാത്രമല്ല, ഈ കേസിലെ മറ്റു പ്രതികൾ പിടിയിലായിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. പ്രതി പുറത്തിറങ്ങിയാൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് കോടതി പറയുന്നു. മറ്റു പ്രതികൾ പിടിയിലായിട്ടില്ലാത്തതും നിലവിൽ പ്രാഥമിക ഘട്ടത്തിൽ മാത്രം അന്വേഷണം നിൽക്കുകയും ചെയ്യുന്ന ഒരു കേസിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം കൊടുത്താൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ കോടതി ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനും തിരുവനന്തപുരം അഡീഷണൽ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.